ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ നമ്മുടെ സ്വന്തം നാടായ വെമ്പിളിയിലെ 3 മനോഹരമായ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി വന്നതാണ്. ഇതാണ് ഈ പുറകിൽ കാണുന്നതാണ് ആദ്യത്തെ വെള്ളച്ചാട്ടം. ഇത് ഉറുമ്പിക്കര വെമ്പിളി റോഡാണ്. ഇതിൻ്റെ തൊട്ട് സൈഡിലാണ് ആദ്യത്തെ വെള്ളച്ചാട്ടം. രണ്ടാമത്തെ മൂന്നാമത്തെ വെള്ളച്ചാട്ടം ഈ റോഡിൽ തന്നെയാണ്. എന്നാൽ ഒന്ന് കുറച്ച് ഉള്ളിലേക്ക് കയറി പോകണം. അതാണ് ഏറ്റവും വലിയ വെള്ളച്ചാട്ടം. നമുക്ക് അതിൻ്റെ വീഡിയോ കൂടെ കാണാം. നമുക്ക് ആദ്യത്തെ വെള്ളച്ചാട്ടത്തിലേക്ക് ഒന്ന് ഇറങ്ങിപ്പോയാലോ? ഒരല്പം നടക്കാനേ ഉള്ളൂ ഇവിടുന്ന് ഇങ്ങോട്ട്. നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യങ്ങൾ കാണാം ഇവിടുന്ന് വരുമ്പോൾ തന്നെ. അത്യാവശ്യം നല്ല മഴയാണ് രാത്രി, അതുകൊണ്ട് നല്ല വെള്ളമുണ്ട്. ഇപ്പം ഒരു കുഞ്ഞു പാനയാണ്, ഇതുവഴി വേണേൽ ഇറങ്ങിപ്പോകാൻ. അത്യാവശ്യം നല്ല ടോപ്പിൽ നിന്നാണ് വെള്ളം വീഴുന്നത്. കാണാൻ നല്ല രസമുണ്ട്. ഇവിടെ കുറച്ച് ഊടുവഴിയാണ്, ഇതിലെ നമുക്ക് ഇങ്ങോട്ട് കയറാം. അങ്ങനെ നമ്മൾ ആദ്യത്തെ വെള്ളച്ചാട്ടം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് രണ്ടാമത്തെ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി തന്നെ പോകാം. ഇതും ഉറുമ്പിക്കര റോഡിലാണ് രണ്ടാമത്തെ വെള്ളച്ചാട്ടവും. അപ്പം ഈ വെള്ളച്ചാട്ടത്തിന് പ്രത്യേകതയുണ്ട്. ഇത് ആർക്കും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഒരു സീക്രട്ട് പ്ലേസിലാണ് ഈ രണ്ടാമത്തെ വെള്ളച്ചാട്ടം. കാരണം അത് അവിടെ ബോർഡോ കാര്യങ്ങളോ ഒന്നുമില്ല. അവിടെ പെട്ടെന്ന് ആർക്കും ചെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. വെമ്പിളി വെള്ളച്ചാട്ടം കാണാൻ വരുന്നവരെല്ലാം ഈ വെള്ളച്ചാട്ടം കണ്ട് തിരിച്ചു പോകാറാണ് പതിവ്. കാരണം അങ്ങനെ വെള്ളച്ചാട്ടം ഉള്ളവരും അത് പകുതി പേർക്കും അറിയത്തില്ല. യൂട്യൂബ് വീഡിയോസ് കൊണ്ടോടോ അല്ലെങ്കിൽ മാപ്പ് നോക്കി വരുന്നവർക്ക് അറിയാം. അത് ഏകദേശം ഏറ്റവും വലിയൊരു വെള്ളച്ചാട്ടമാണ്. ഇവിടെ നിന്ന് നോക്കിയാലും നമ്മുടെ വെമ്പിളിയിലെ ചുറ്റിലും എവിടെ നോക്കിയാലും കാണാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു വെള്ളച്ചാട്ടമാണ് ആ വെള്ളച്ചാട്ടം. എങ്കിൽ നമുക്ക് അതിൻ്റെ വീഡിയോയിലേക്ക് പോയി കണ്ടു നോക്കാം. നമ്മൾ രണ്ടാമത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ പോകുന്ന റോഡിൻ്റെ സൈഡിലേക്ക് വന്നിരിക്കുകയാണ്. ഇതാണ് നമുക്ക് കയറി പോകേണ്ട വഴി. ഇവിടെ നമ്മൾ ബൈക്ക് വെച്ചിട്ടുണ്ട്, കാരണം ബൈക്ക് അങ്ങോട്ട് പോകത്തില്ല. ഇത് ഉറുമ്പിക്കര റോഡാണ്. ഈ റോഡിൻ്റെ സൈഡിലാണ്. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ബോർഡൊന്നും ഇല്ല. അതുകൊണ്ട് പെട്ടെന്ന് ഇവിടെ വരുന്നവർക്ക് ആർക്കും മനസ്സിലാകത്തില്ല ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം. വെമ്പിളിയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഇതാണ്. എന്നാൽ ഇവിടെ ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടമുള്ള കാര്യം ഇവിടെ വരുന്നവർക്ക് പകുതി പേർക്കും അറിയത്തില്ല. എല്ലാവരും ഇങ്ങനെ പാസ് ചെയ്ത് പോകത്തേ ഉള്ളൂ. കാരണം ഇവിടെ ഒന്നും കാണത്തില്ല വെള്ളച്ചാട്ടം. നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ വഴിയിലേക്ക് പോകാം.
വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സൗണ്ട് കേൾക്കാം. കണ്ട നമ്മുടെ നിന്ന് ആ മേലിൽ നിന്ന് വരുന്നത് നമുക്ക് കാണാം. അത്ര ടോപ്പിൽ നിന്നാണ് ആ വെള്ളം വന്ന് വീഴുന്നത്. ഇതാ ഞാൻ പറഞ്ഞത്, ഇവിടെ വെമ്പിളിൽ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണിത്. ആ മരത്തിനിടയ്ക്കൂടെ കാണാം. നിങ്ങൾക്ക് ക്യാമറയൊക്കെ അത് കാണാമെന്ന് അറിയത്തില്ല. അത്രയും പൊക്കത്തിൽ നിന്നാണ് വെള്ളം ഇവിടെ വന്ന് വീഴുന്നത്. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ വെള്ളച്ചാട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് വടക്കേമല വെള്ളച്ചാട്ടം. നമുക്ക് അങ്ങോട്ട് ഇറങ്ങി പോവാം. നല്ല ടോപ്പിൽ നിന്നാണ് ഇതും വരുന്നത്. നമുക്ക് അതുവഴി ഇറങ്ങിപ്പോവാം. അപ്പം ഇത് വെമ്പിളിയിലെ മൂന്നാമത്തെ വെള്ളച്ചാട്ടമാണ്. ഇത് അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. കണ്ടത് നല്ല ഹൈറ്റിൽ നിന്നാണ് വീഴുന്നതും. ഇവിടെ നമുക്ക് ഇറങ്ങി കുളിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. നമുക്ക് ഇത് റോഡ് സൈഡിൽ തന്നെയാണ്. അതുപോലെ നമുക്ക് നടന്നു പോകേണ്ട കേസില്ല. നമുക്ക് റോഡ് സൈഡിൽ തന്നെ കുളിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. നല്ല വെള്ളമാണ് മണ്ടയിൽ. നല്ല ഹൈറ്റിൽ നിന്നാണ് വെള്ളം വീഴുന്നത്. പിന്നെ മേളിലൊരു അവിടെ ഒരു ചെറിയ പാലം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് അതിന് പോയത്. ആ പാലത്ത് നമുക്ക് കയറി നിന്ന് കാണാമായിരുന്നു. പക്ഷേ ആ പാലം കഴിഞ്ഞിടയ്ക്ക് വെള്ളത്തിൽ പോയത്. ഇതുവഴി ഇങ്ങനെ കയറി ചെല്ലാൻ വഴിയുണ്ട്. അതുവഴി അവിടെ ഇപ്പോൾ തെളി കിടക്കുവാണ്. ഇതുവഴി ഇങ്ങനെ ആ മേളിൽ നമുക്ക് ആ മേളിൽ കയറി ചെല്ലാം. അവിടെ നല്ല രസമാണ് അവിടെ ഇങ്ങനെ വെള്ളം ചാടുന്നത് കാണാൻ. അതുപോലെ നമുക്ക് ഇവിടെ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യാം. അത്യാവശ്യം നല്ല വ്യൂ ആണ്. അതുപോലെ തന്നെ ഈ സൈഡ് ഇവിടെ എല്ലാം ആ പാലത്തെ നമ്മൾ വണ്ടി വെച്ചേക്കുന്നത്. ഇതുവഴി നമുക്കിങ്ങനെ ഇറങ്ങി വരാം. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ വെമ്പിളിയിലെ 3 വെള്ളച്ചാട്ടങ്ങളും നമ്മൾ ഒറ്റ വീഡിയോയിലേക്ക് തന്നെ കാണിച്ചിരിക്കുകയാണ്. ഇതും നല്ല ഹൈറ്റുള്ള വെള്ളച്ചാട്ടമാണ്. ഇവിടെ വന്ന് നമുക്ക് കുളിക്കാനൊക്കെ സെറ്റ് വെള്ളച്ചാട്ടമാണ്. ഇവിടെ നമുക്ക് വരവിന് നമുക്കൊരു ബുദ്ധിമുട്ടില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ താഴോട്ട് കണ്ടോ, ഈ പാലത്തിൻ്റെ അടിയാണിത്. അത്യാവശ്യം നല്ല ഹൈറ്റാണ് ഇവിടെ. ഈ കെട്ടൊക്കെ ഭയങ്കര സെറ്റപ്പാട് കിട്ടിയിരിക്കുന്ന കെട്ടാണ്. വലിയ കെട്ടാണ്, ഭയങ്കര കുഴിയാണ് ഇങ്ങോട്ട്. അവിടെയൊക്കെ കണ്ടോ ഭയങ്കര വലിയ താഴ്ചയാണ് ഇവിടെ അങ്ങോട്ട്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.